അങ്ങനെ വെൽഡിംഗ് മെഷീനും കട്ടറും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാടകയ്ക്ക് എടുത്തു. 150 രൂപയാണ് ഒരു ദിവസം വെൽഡിംഗ് മെഷീന് ചാർജ്. സ്കൂളിൽ വർക്കുള്ളതുകൊണ്ട് കട്ടറും അവിടെ തന്നെ എടുത്തു. 70 രൂപ കട്ടറിനും 150 രൂപ മെഷീനും വാടക കൊടുക്കും. അപ്പോൾ നമുക്ക് പതിയെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി എനിക്ക് വെൽഡിംഗ് ഒന്നും വല്ലാതായി അറിയില്ല. ഞാൻ നിങ്ങളെപ്പോലെ യൂട്യൂബിൽ നോക്കി പഠിച്ചതാണ്. ടെക്നീഷ്യൻ മീഡിയ എന്നൊക്കെ വീഡിയോ കണ്ടു കുറേയൊക്കെ മനസ്സിലാക്കി വെച്ചു. മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ വണ്ടിയുടെ ഉള്ളിൽ വെൽഡ് ചെയ്യുമ്പോൾ വണ്ടി ബാറ്ററിയും കാര്യങ്ങളൊക്കെ കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പവറും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി മൊത്തത്തിൽ കത്തിപ്പിടിക്കും. അതിൻ്റെ എല്ലാ ഷോർട്ട് ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ വണ്ടിയുടെ ബാറ്ററി ഊരിട്ടിട്ട് വേണം വെൽഡ് ചെയ്യാൻ. പക്ഷേ എന്നിരുന്നാലും റാക്ക് വെൽഡ് വണ്ടിയുടെ ഉള്ളിൽ ഒരിക്കലും ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തീരെ കനം കുറഞ്ഞ തകിടാണ് അതിനകത്തുള്ളത്. ഉള്ളിലൊക്കെ അതിനകത്തൊക്കെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കത്തി ഓട്ടമായിപ്പോവും. പിന്നെ ഓട്ട അടക്കണമെങ്കിൽ നമ്മൾ വീണ്ടും ഘട്ടം ഫുള്ള് പണിയെടുപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇതൊരു ഫ്രെയിം നമ്മൾ പുറത്ത് ചെയ്തിട്ട് അതായത് എങ്ങനെയും സ്ക്രൂ ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അറ്റാച്ച് ചെയ്യാനുള്ളതാണ് പ്ലാൻ. വെൽഡിംഗ് മെഷീൻ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് വാങ്ങിച്ചു സ്റ്റീലിൻ്റെ. കൂടാതെ അത്യാവശ്യം അവിടെ കട്ട് ചെയ്തിട്ടാണ് വാങ്ങിച്ചത്. ചെറിയൊരു ഏകദേശം ഒരു ഐഡിയക്ക് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിച്ചു. പിന്നെ കട്ടർ നമ്മുടെ ഓൾറെഡി ഉണ്ട്. ഒരു സേഫ്റ്റി ഗൂഗിൾസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കമ്പിപ്പൂത്തിരി വെൽഡ് ചെയ്യാനുള്ള എന്താ പറയുക റാക്ക് വെൽഡിങ്ങിൻ്റെ എന്തായാലും പറയാൻ എനിക്കറിയാൻ പറ്റില്ല. എന്തായാലും അതൊരു 10-15 വാങ്ങിയിട്ട് എന്നിട്ട് ബ്ലേഡും വാങ്ങിച്ചു. നമുക്കിനി മെഷീന് കണക്ട് ചെയ്ത് നോക്കാം. പതുക്കെ ആദ്യം നമുക്ക് പഠിക്കണം. ഒരു ഓടി കണ്ണു പോകാൻ നോക്കണം. ഒരുവിധം അത് ശരി. ഓക്കെ എല്ലാം അത് സ്പോട്ട് അടിച്ചു.
നമ്മൾ ഒന്ന് ഫ്രെയിം ആക്കി എടുത്തു. അല്ലാതെ ഇപ്പോൾ സ്പോട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യണം. ആദ്യം വെച്ച് നോക്കട്ടെ. ഓക്കെ, ഈ ഹൈറ്റിൽ ഇത് കാലടിക്കാഞ്ഞ ഓരോ നേരം നോക്കട്ടെ. ഇത് കുറച്ച് റൈറ്റ് കൂടിയാ. ഈ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പൈപ്പ് ഇതേപോലെ വലിച്ച് നിർത്തിയിട്ട് അത് ഷീറ്റ് മടക്കിയിട്ട് അതിനകത്ത് ജോയിൻ ചെയ്യാനുള്ള പരിപാടിയാണ്. തൽക്കാലം നമുക്ക് ഇനി ഒരു അര ലെങ്ത് പൈപ്പിൻ്റെ ഒരു ആവശ്യമുണ്ട്. പിന്നെ ഒരു ലെങ്ത്തിൻ്റെ ഒരു 4 പീസ് ഇവിടെ ഇടാനും വേണം. പിന്നെ ഇതിനകത്ത് നല്ല ചാനൽ വേണം. പിന്നെ ഇതിൻ്റെ അടിയിൽ നമ്മളിപ്പോൾ വണ്ടിയുടെ ബോഡിമ എവിടെയും വെൽഡ് ചെയ്തിട്ടില്ല. വണ്ടിയുടെ മേലെ വല്ലാത്ത രീതിയിൽ സ്ക്രൂ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും രീതിയിൽ എവിടെയൊക്കെ ടൈറ്റ് ചെയ്ത് നിർത്തുക ഈ ഒരു പോർഷൻ. അല്ലാതെ എവിടെയും വെൽഡ് ചെയ്യുന്നില്ല. പെർമനൻ്റായിട്ട് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി അത്രയും കനം കുറഞ്ഞ മെറ്റലാണ്. വെൽഡ് ചെയ്യുമ്പോൾ തന്നെ സ്പോട്ടായിട്ട് ഇതായിപ്പോൾ. അപ്പോൾ നമുക്കൊരു അര ലെങ്ത്തിൽ സാധനം വേണം. ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞു. മെഷീനൊക്കെ കയറ്റി വെച്ചു. നമ്മൾ സാധനം എടുക്കാൻ പോട്ടെ. ആദ്യം പോയിട്ടേ കണ്ണിട്ട് കാലം മരുന്ന് പഠിക്കണം. അല്ലെങ്കിൽ ഇന്നൊരു ദിവസം ഉറങ്ങാൻ പറ്റും. കണ്ണിലിട്ടിക്കാനുള്ള മരുന്ന് മാത്രം കിട്ടിയില്ല. അത് രാത്രിയാകുമ്പോൾ എന്തായാലും ചായ കുടിക്കാൻ പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ അവിടുന്ന് എവിടെയെങ്കിലും മേടിക്കാം. അല്ല മൂസിയ? അതെ. വീണ്ടും പോയിട്ട് ഒരു ലെങ്ത്ത് പൈപ്പും കൂടി മേടിച്ചു. മുക്കാലിൻ്റെ പിന്നെ ഒന്നിൻ്റെ 4 പീസ് കട്ട് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. ബ്ലേഡും ഇതിൻ്റെ അടിയിലിടാനുള്ള കുറച്ച് വട്ടൻ പട്ടയും മേടിച്ചിട്ടുണ്ട്. Good morning friends.
അപ്പോൾ ഇതാണ് ഇന്നലെ നമ്മൾ ചെയ്തു വെച്ചത്. വണ്ടിക്കകത്ത് വണ്ടിയുടെ മേലെ വെൽഡ് ചെയ്തിട്ടില്ല, വണ്ടി പുറത്ത് ഒരു ചെറിയ 4 ഫ്രെയിം ഇട്ടിട്ട് ഒരു ഇതുണ്ടാക്കി ഈ ഒരു ലെവലിൽ. ഇപ്പോൾ ചെയ്തു വന്നപ്പോഴാണ് ഓർത്തത് ഇവിടുന്ന് ഇനി നേരെ നേരെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ ഒരു ഫ്രെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്നിൻ്റെ ഇതിട്ടിട്ട് ഇതിൽ 3/4 നീട്ടി വലിച്ചിട്ട് അങ്ങോട്ട് വിടാനാണ് പ്ലാൻ. അപ്പോൾ ആ വർക്ക് ഒന്ന് അഴിച്ച് വീണ്ടും റീസെറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റ് ഏകദേശം ഈ ഒരു ലെവലായിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒന്നുകൂടി ഫിനിഷ് ആവുന്ന രീതിയിൽ ഒന്നുകൂടി റീസെറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല രീതിയിൽ റീസെറ്റ് ചെയ്തിട്ട് കാർഡ് ബോർഡൊക്കെ ഇട്ടിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ, സി യു. Bye bye, see you.